റിയാസ് സലീം ഉണ്ടെങ്കിൽ പുതിയ അടവുമായിട്ട് വന്നേക്കുവാണ്. താൻ പറഞ്ഞ കാര്യം ഭയങ്കരമായിട്ടുള്ള പ്രശ്നങ്ങളായെന്ന് അറിഞ്ഞപ്പോഴത്തേന് പുതിയ അടവെന്ന് പറഞ്ഞാൽ താൻ പറഞ്ഞത് വളച്ചൊടിച്ചതാണ്, താൻ ഉദ്ദേശിച്ച് അങ്ങനെയൊന്നും അല്ല എന്ന് പറഞ്ഞിട്ട് ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി ഇട്ടിട്ടുണ്ട്. കുറേ പേർക്ക് ചിലപ്പോൾ എന്താണ് സംഭവം എന്ന് അറിയത്തില്ല. ഞാൻ ഇതിനു മുമ്പ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനങ്ങനെയുള്ളവർക്ക് വേണ്ടി പറയാണ്. പുള്ളിക്കാരൻ നമ്മുടെ ഇന്ത്യ നടത്തിയ സിന്ദൂർ എന്ന് പറഞ്ഞ അറ്റാക്കിനെ കുറിച്ചൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതിനകത്ത് പറഞ്ഞൊരു കാര്യം, ആ ഒരു പോസ്റ്റ് എന്ന് പറയുമ്പോഴത്തേന് പാകിസ്ഥാൻ ഈ സമയത്ത് കുറേയധികം ഫേക്ക് ന്യൂസ് കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇന്ത്യ നടത്തിയ അറ്റാക്കിൽ കുറേയധികം സിവിലിയൻസ് മരിച്ചുപോയി, കുട്ടികൾ മരിച്ചുപോയി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഒരു പോസ്റ്റ് ഉണ്ടെങ്കിൽ ഈ ഒരു റിയാസ് ഉണ്ടെങ്കിൽ അതേ കണക്കെടുത്ത് പോസ്റ്റ് ഇടുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒന്നും തിരക്കി യഥാർത്ഥത്തിലാണോ ഇത് ഫേക്കാണോ എന്നുള്ള കാര്യങ്ങളൊന്നും തിരക്കാതെ എന്ത് ചെയ്ത് ഈ ഒരു പോസ്റ്റ് ഉണ്ടെങ്കിൽ സ്റ്റോറി ആയിട്ടിട്ട്, സ്റ്റോറി ഇട്ടതിന് ശേഷം ഷെയിം ഓൺ യു കൺട്രി എന്നൊക്കെ പറഞ്ഞിട്ടാണ് അതിനകത്ത് ഇട്ടിട്ടുണ്ടായത്. ഇങ്ങനെയാണോ വാർ ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അത് സ്റ്റോറി ആയിട്ട് ഇട്ടിട്ടുണ്ട്. അവസാനം ഉണ്ടെങ്കിൽ ഇത് കള്ളമാണെന്ന് പുള്ളിക്കാരന് മനസ്സിലായ സമയത്തുണ്ടെങ്കിൽ പുള്ളിക്കാരൻ ആ ഒരു പോസ്റ്റ് അങ്ങ് ഡിലീറ്റ് ചെയ്ത്. പക്ഷേ ഉണ്ടെങ്കിൽ ഇതിനെക്കുറിച്ച് മാപ്പ് പറയാനും ഇങ്ങനത്തെയുള്ള ഫേക്ക് ന്യൂസ് കൊടുത്തതിന് മാപ്പ് പറയാനൊന്നും വന്നിട്ടില്ല. ഡിലീറ്റ് ചെയ്ത് മാത്രമേ ഉള്ളായിരുന്നു. അതിനുശേഷം ഉണ്ടെങ്കിൽ ആൾക്കാർ ഇവനെതിരെ ഭയങ്കരമായിട്ടുള്ള രീതിയിൽ അവൻ്റെ കമൻറ്റ് ബോക്സിൽ നെഗറ്റീവായിട്ടുള്ള കമൻസും കാര്യങ്ങളും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര രീതിയിലാണ് ഇവൻ തിരക്കാതെ ഫേക്കായിട്ടുള്ള ന്യൂസ് എടുത്ത് വെച്ചിട്ട് ഭയങ്കര രാജ്യത്തിനെതിരെ ഷെയിം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആരായാലും വെറുതെ വിടും. എല്ലാവരും കൂടെ എടുത്തിട്ട് കുടയാൻ തുടങ്ങി. അവസാനം ഉണ്ടെങ്കിൽ ഇവൻ അടുത്ത അടവുമായിട്ട് വന്നേക്കുവാണ്. ഞാൻ പറഞ്ഞത് വളച്ചൊടിച്ചതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വീഡിയോ ഒരു സ്റ്റോറിയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു വളച്ചൊടിച്ചാണ്, ആൾക്കാർ ഞാൻ പറഞ്ഞത് കറക്റ്റായിട്ടുള്ള സെൻസിൽ എടുത്തില്ല എന്നുള്ളൊരു കാര്യം. അവസാനം ഉണ്ടെങ്കിൽ ഇവന് മനസ്സിലായി ഇത് പ്രശ്നമാകുന്നു. കാരണം എന്ന് പറഞ്ഞാൽ ഈ ഒരു സ്റ്റോറി കാണിച്ചുകൊണ്ട് ഒരു സ്ത്രീ ഉണ്ടെങ്കിൽ ഇവനെതിരെ കേസ് വരെ ഫയൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് വലിയൊരു പ്രശ്നത്തിലേക്ക് പോകുമെന്നുള്ളൊരു മനസ്സിലായി കഴിഞ്ഞപ്പോൾ ഇവൻ എന്ത് ചെയ്തു, ഉടനെ തന്നെ മാപ്പ് പറഞ്ഞ് വരുന്ന രീതി, ഞാൻ പറഞ്ഞത് വളച്ചൊടിച്ചതാണ്, ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചതെന്നുള്ള രീതിയിലൊക്കെയാണ് പുള്ളിക്കാരൻ ഇതിൽ നിന്ന് ഊരാൻ ശ്രമിക്കുകയാണ്. ബട്ട് എന്നിരുന്നാൽ പോലും ആ ഒരു സ്റ്റോറി ഇട്ടത് കുറേയധികം പേര് സ്ക്രീൻഷോട്ട് എടുത്തിട്ടുണ്ട്. ആ ഒരു സ്ത്രീ ഉണ്ടെങ്കിൽ ഇവനെതിരെ കേസ് വരെ ഫയൽ ചെയ്തിട്ടുണ്ട്. ഇനി അത് എന്ത് രീതിയിൽ പോകുമെന്നുള്ള കാര്യം നമുക്ക് അറിയാൻ സാധിക്കില്ല. ചിലപ്പോൾ ഇവന് അറസ്റ്റ് വരെ ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ഇപ്പോഴത്തുള്ള ഫേക്കായിട്ടുള്ള ന്യൂസും കാര്യങ്ങളൊക്കെ കൊടുത്ത കുറേയധികം പേര് ഇതേക്ക് അക്കൗണ്ട് ബാൻ ചെയ്യുക. അതുപോലെ തന്നെ വേറൊരു മലയാളിയായിട്ടുള്ള ഒരു വ്യക്തി തന്നെ ഇതേ കണക്ക് പാകിസ്ഥാനെതിരെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചതിന് അറസ്റ്റ് വരെ നടന്നിട്ടുണ്ട്. അപ്പോഴത്തേന് ഈ ഒരു റിയാസിൻ്റെ കാര്യം അതിൽ ഒട്ടും മാറാമെന്ന് ഒരു ചാൻസും ഇല്ല. അവന് ഇതേ കണക്ക് വല്ല അറസ്റ്റ് ചെയ്യാൻ ഉടനെ ചാൻസ് ഉണ്ട്. കാരണം ആ കേസ് അങ്ങനെ പോയിട്ടുണ്ട്. എന്തായാലും റിയാസ് ഇതിൽ നിന്ന് ഊരി വരുമെന്ന് ഒരു കാരണവശാലും പ്രതീക്ഷിക്കേണ്ട. അവൻ ചെയ്തതിനുള്ള ശിക്ഷ കിട്ടുന്നതായിരിക്കും. ഈ ഒരു കാര്യത്തിൽ നിങ്ങളെന്താണ് ചിന്തിക്കുന്നത് എന്നുള്ളത് കമൻറ്റ് ബോക്സിൽ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. നിങ്ങളുടെ ഒപ്പീനിയൻ ഇതിനെക്കുറിച്ച് എനിക്കറിയാൻ ആഗ്രഹമുണ്ട്. ഈ റിയാസ് ചെയ്തതുണ്ടെങ്കിൽ കറക്റ്റായിട്ട് അവന് മനസ്സിലായതുകൊണ്ടാണോ, തെറ്റാന്ന് മനസ്സിലായതുകൊണ്ടാണോ ഇങ്ങനെ അടവ് എടുത്തത്, അതോ ഇവ പറഞ്ഞത് മാറിപ്പോയതാണോ, എന്താണ് നിങ്ങൾ ചിന്തിക്കുന്നതെന്നുള്ളത് കമൻറ്റ് ബോക്സിൽ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയാൻ എനിക്ക് ഭയങ്കരമായിട്ട് ആഗ്രഹമുണ്ട്. സോ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. എന്നാൽ മാത്രമേ അടുത്ത ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ പറ്റത്തുള്ളൂ. ഓക്കെ, ബൈ.